പോലീസിനെ വിറപ്പിച്ച ഒരു കള്ളിയും അവളെ പുട്ടം വേഷം മാറി വന്ന ഒരു അണ്ടർ കവർ ഓഫീസറും. ലവ് ജേണി ഒന്നാം എപ്പിസോഡിൽ നമ്മൾ ലിലിയുടെ മാസ് ലേലമിളി കണ്ടു. എന്നാൽ രണ്ടാം എപ്പിസോഡിൽ കളി മാറുകയാണ്. ലിലി തൻ്റെ യഥാർത്ഥ മുഖം പുറത്തെടുക്കുന്നു. പോലീസുകാരനായ ടിയാന് തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മിഷൻ ഏറ്റെടുക്കേണ്ടി വരുന്നു. ബുദ്ധിയും തന്ത്രവും നേർക്കുനേർ പോരാടുന്ന ലവ് ജേണിയുടെ രണ്ടാം എപ്പിസോഡ് നമുക്ക് നോക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മാസ്റ്റർ ചു അദ്ദേഹത്തിൻ്റെ ഗ്യാലറിയിലേക്ക് വരുവാണ്. അവിടെ ആരോ ഇരിപ്പുണ്ട്. ഓയാങ് ആണ്. അയാളെ കണ്ട ചു, മിസ്റ്റർ ഓയാങ്, നിങ്ങളിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. മാസ്റ്റർ ചു, നീ എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. എന്ത് സീക്രട്ടാണ് നീ ആ പെയിൻറ്റിങ്ങിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ലിലി ഒരു ടാക്സിയിൽ അവളുടെ വീടിന് മുന്നിൽ വന്നിറങ്ങും. ആ പെയിൻറ്റിങ് ട്യൂബ് അവളുടെ കയ്യിലുണ്ട്. അവൾ വീട്ടിനുള്ളിൽ കയറും. സീക്രട്ടോ? ആ പെയിൻറ്റിങ് നിങ്ങൾ കണ്ടതല്ലേ? അതിലൊരു പെൺകുട്ടിയും കുറച്ച് മഞ്ഞുമലകളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണോ? നിനക്ക് തെളിവ് വേണമല്ലേ? ഓയാങ്ങിൻ്റെ ആളുകൾ വന്ന് അയാളെ മുട്ടുകുത്തിക്കും. ആ ഭീകരൻ നായ അയാളുടെ മുഖത്തിന് നേരെ കടിച്ചു കീറാനായി കുരയ്ക്കും. നൂറുകണക്കിന് സെക്യൂരിറ്റിക്കാരെയും പോലീസിനെയും പറ്റിച്ച് കോടികൾ വിലമതിക്കുന്ന പെയിൻറ്റിങ് ലിലി അടിച്ചു മാറ്റി. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലാവും. 2 പെയിൻറ്റിങ്ങുകൾ കൊള്ളുന്ന ഒരു പ്രത്യേക ട്യൂബ് അവൾ തയ്യാറാക്കി. ഒറിജിനൽ പെയിൻറ്റിങ്ങിനൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേറ്റും അതിനുള്ളിലുണ്ടായിരുന്നു. ബോസിൻ്റെ വീട്ടിൽ വെച്ച് അവൾ അയാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കൊടുത്തു. അവള് പെയിന്റിംഗ് എടുത്ത് നിവർത്തി വെക്കും. ഇപ്പോൾ ഭയന്ന് വരച്ചു. ഞാൻ പറയാന്ന് സമ്മതിക്കും. സത്യത്തിൽ ഞാനല്ല ആ പെയിന്റിംഗ് വരച്ചത്. ഫ്ലാഷ് ബാക്കിൽ വലിയ മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴുന്നു. ചു ഓടി രക്ഷപ്പെടും. കൂടെയുള്ള സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരാൾ വീഴും. അയാളുടെ കയ്യിലുണ്ടായിരുന്ന പെയിന്റിങ് തെറിച്ചു പോകും. പിന്നീട് അയാളെ അന്വേഷിച്ച് നടക്കുന്നതിനിടെ ചുവിന് ആ പെയിന്റിങ് കിട്ടും. ലിലി അവളുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ്. അവൾ പറയും, പേടിക്കണ്ടച്ചാ, നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല ഞാൻ തിരിച്ചു പിടിക്കും. ചു ആണേൽ ഞാൻ ആ പെയിന്റിങ് സ്വന്തമായിട്ട് എടുത്തു. അത് വരച്ചയാൾ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് അതിലെന്ത് സീക്രട്ടാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ഓയാങ് പൊട്ടിച്ചിരിക്കും. ലോക പ്രശസ്ത കലാകാരൻ ഒരു മോഷ്ടാവായിരുന്നല്ലേ? ആരാ ഇതിൻ്റെ ശരിക്കുള്ള ഉടമ? അത് ലീഫിങ്. അവനോ? ആ പെയിന്റിങ് എനിക്ക് തിരിച്ചു കൊണ്ടുതാ, അല്ലെങ്കിൽ നീ കാരണം നിന്റെ മകൻ ചാവാൻ പോവാ. അയാൾ വന്ന് ചുവിൻ്റെ കൈ ഞെരിച്ചമർത്തി അവിടുന്ന് പോകും. ലിലി ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കും, അച്ഛ, അമ്മ, എൻ്റെ പ്ലാനിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പൂർത്തിയാക്കി. നിങ്ങൾ സഞ്ചരിച്ച അതേ വഴിയെ നടന്ന് ഞാൻ നിങ്ങളുടെ പാസ്റ്റ് മനസ്സിലാക്കും. അവൾ കണ്ണു തുടച്ച് ഫോൺ എടുത്ത് ചുവും മകനും കൂടെ നിൽക്കുന്ന ഫോട്ടോ നോക്കും. അടുത്ത ഒരു മാസ്റ്റർ പ്ലാൻ അവൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടിയാൻ പോലീസ് യൂണിഫോമിൽ ഓഫീസിലേക്ക് വരും. വീസലിനെ പിടിച്ചതിന് വഴിയെ പോകുന്നവരെല്ലാം അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ വന്ന് വലിയ പ്രസംഗം അടിക്കും. എനിക്ക് ക്രെഡിറ്റ് എടുക്കണമെന്നൊന്നുമില്ല, ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ. മാത്രമല്ല എൻ്റെ സ്വന്തം നേട്ടത്തേക്കാൾ ടീമിൻ്റെ പുരോഗതിയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അവൻ്റെ പുറകിൽ 2 പേര് വന്ന് അവൻ ഓർഡറില്ലാതെ പ്രവർത്തിച്ചതിന് ചോദ്യം ചെയ്യാനായി കൂട്ടിക്കൊണ്ടു പോകും. ഡ്രഗ് ടീമിനെ പിടിക്കുന്ന പോലീസിൻ്റെ ക്യാപ്റ്റൻ വന്ന് അവനോട് ചോദിക്കും, നിനക്കെന്നെ അറിയുമോ? ഇല്ല. നീ എന്തിനാ ക്രിമിനലിനെ പിടിക്കാൻ പോയത്? അവൻ രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വേറൊരു വഴിയെ അവനെ തടയാൻ പോയതാ. നീ ഇല്ലായിരുന്നെങ്കിൽ അവൻ ഓടിപ്പോയെന്നാണ് നീ പറയുന്നത്? ഇല്ല, അങ്ങനെയല്ല. പക്ഷേ എനിക്കവനെ വിട്ടുകളയാൻ തോന്നിയില്ല. നിനക്ക് പേടിയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെന്തിനാ നീ അത് ചെയ്തത്? അതെ, ഞാൻ എന്നോട് തന്നെ കെയർഫുൾ ആയിരിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ സ്കില്ലിലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ക്യാപ്റ്റന് ടിയാനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അയാൾ വന്ന് ടിയാൻ്റെ ക്യാപ്റ്റനോട് ഞാൻ അവനെ എൻ്റെ ടീമിലേക്ക് എടുക്കുകയാണെന്ന് പറയും. ഇപ്പോൾ ലിലി ഫോൺ നോക്കിയിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് അടുത്തേക്ക് വന്ന്, ഓ, നീയും കെവിൻ്റെ ട്രാവൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ? നിനക്കവനെ അറിയുമോ? പിന്നെ അവനല്ലേ ഷാങ്ഹായിലെ പണക്കാരൻ, റിച്ച് ഹാൻഡ്സം പയ്യൻ. പക്ഷേ അവൻ്റെ ബിസിനസ് കൊള്ളില്ല. ഈ ആപ്പ് ക്ലച്ച് പിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവൻ നമ്മുടെ പോസ്റ്റിന് കമൻസ് ഒക്കെ ഇടുമെന്ന് ലിലി അന്വേഷിക്കും. ആ, ലൈക്കും ചെയ്യാറുണ്ട്. ഇപ്പോൾ കെവിൻ്റെ ഓഫീസിൽ വാടക അടയ്ക്കാതെ AC കട്ട് ചെയ്തത് കാരണം അവനും അവൻ്റെ ഫ്രണ്ടും കൈഫാൻ വീശിയിരിക്കുകയാണ്. ചൂട് സഹിക്കാൻ വയ്യ. ഉള്ളത് കൊണ്ടുപോയി വാടക കൊടുക്കാൻ കെവിൻ പറയും. ഫ്രണ്ട് ചിരിച്ച്, എന്തുണ്ടായിട്ടാ? ഈ പൊട്ട ആപ്പ് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇത് കേട്ട് ഞാൻ മടുത്തു. ഈ ബിസിനസ് എൻ്റെ സ്വപ്നമോ പണമല്ല. ആളുകൾക്ക് ഇതിൻ്റെ വില അറിയില്ല. പേടിക്കേണ്ട, എല്ലാം ഒരു ദിവസം മാറും. ടിയാൻ ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയെ പിടിക്കാനുള്ള ആൻറ്റി ഡ്രഗ് ടീമിൽ ജോയിൻ ചെയ്യാനായി വന്നിരിക്കുകയാണ്. അവരുടെ ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. ക്യാപ്റ്റൻ വന്ന് ഒരുപാട് കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന വീസലിനെ പിടിച്ചതിന് എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യും. ടിയാൻ്റെ സഹായത്തോടെ നെറ്റിയിൽ വെട്ടുകൊണ്ട് പാടുള്ള ഹൂയെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പുള്ളി വലിയൊരു ഡ്രഗ് ഡീൽ നടത്തിയതിന് 20 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ. അയാൾ ഈ ലേലത്തിൽ പങ്കെടുത്തത് വെറുതെയാണെന്ന് തോന്നുന്നില്ല. അയാളെന്തോ അന്വേഷിക്കുന്നുണ്ടാവും. ആ വില കൂടിയ പെയിൻറ്റിങ് വാങ്ങിയവരുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ക്യാപ്റ്റൻ പറയും. ചു ഇപ്പോൾ ആകെ വിഷമിച്ച് ഇരുട്ടത്ത് നിൽക്കുകയാണ്. ഭാര്യ വന്ന് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. ദയവ് ചെയ്ത് എനിക്ക് എൻ്റെ പെയിൻറ്റിങ് തിരിച്ചു കൊണ്ടുതരാൻ അയാൾ പറയും. അയാളുടെ നിൽപ്പും പരുവൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഭാര്യ സമ്മതിക്കും. ലിലി വളരെ പ്ലാനിങ്ങോടുകൂടി അവളുടെ ഫോൺ എടുത്ത് കെവിൻ്റെ ട്രാവൽ ആപ്പിൽ അവൻ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ എന്തോ പോസ്റ്റ് ചെയ്യും. ടിയാൻ ലിലിയുടെ പേര് നാൾ ഊരുമെല്ലാം കണ്ടെത്തി അടുത്ത മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. ഇത് ലിലി 25 വയസ്സ്, ചെറുപ്പത്തിൽ തന്നെ പേരൻസിനെ നഷ്ടമായി ഇപ്പോൾ ഷാങ്ഹായിൽ ഒരു വാടക വീട്ടിലാണ് താമസം.
അവൾ 2-3 ജോലി ചെയ്താണ് ജീവിക്കുന്നത് തന്നെ. അക്കൗണ്ടിൽ അധികം പണമൊന്നുമില്ല. വേറൊരു പോലീസ് ആ ലേലത്തിന് വന്നവരിൽ ഏറ്റവും അധികം സസ്പിഷ്യസ് ആയിട്ടുള്ളത് ലിലിയാണെന്ന് പറയും. അവളിപ്പോൾ ഓഫീസിലേക്ക് വന്ന് സ്റ്റോർ റൂമിൽ കയറി പെയിന്റിംഗ് എടുത്ത് ചുരുട്ടി കെട്ടി സീലിംഗിൽ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റിന് മുകളിൽ ഒളിപ്പിച്ചു വയ്ക്കും. അവളുടെ ജോലിയും വരുമാനവും വെച്ച് അവൾ ഡ്രഗ് ഗ്യാങ്ങിലുള്ളതാണെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ അവൾ അവർക്ക് വേണ്ടി ചെറുതായി വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിന് സാധ്യതയുണ്ടെന്ന് ക്യാപ്റ്റനും സമ്മതിക്കും. അവളുമായിട്ടടുത്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ടിയാനെ ഏൽപ്പിക്കും. ഇനി വരാനിരിക്കുന്നത് പോലീസും കള്ളിയും തമ്മിലുള്ള ഒരു മൈൻഡ് ഗെയിമാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും. പോലീസും മാഫിയയും ലിലിക്ക് പിന്നാലെ കൂടുമ്പോൾ അവർക്ക് ഷാങ്ഗ്രിലയിലെത്താൻ കഴിയുമോ? ടിയാൻ ലിലിയെ പിടിക്കുമോ? അത് അവർക്കൊപ്പം ചെയ്യുമോ? ലവ് ജേണിയുടെ 3ാം ഭാഗത്തിനായി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.